हमारे आने से पहले दुनिया में हमारे तमाम ज़रूरतों का इंतज़ाम कर दिया। നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വലിയ ഔദാര്യം കാണിച്ചു. അല്ലാഹു നമുക്ക് വലിയ ഉപകാരം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ദുനിയാവിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ ജീവിക്കാനുള്ള മുഴുവൻ സംവിധാനങ്ങളും അല്ലാഹു തയ്യാറാക്കി വെച്ചു. अल्लाह बहुत रहीम है, करीम है, रहमान है। मेरे भाई दोस्तों, इंसान की हर ज़रूरत का बहुत अच्छा ख्याल रखने वाले। അള്ളാഹു വലിയ കാരുണ്യവാനാണ്, ഔദാര്യവാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളുടെ മുഴുവൻ കാര്യങ്ങളും നന്നായി ശ്രദ്ധിക്കുന്നവനാണ്. और अल्लाह रब्बुल इज़्ज़त ने ये फरमाया, जो कुछ दुनिया में मैं पैदा किया हूँ मेरे भाई दोस्तों, ये तुम्हारे लिए है. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ കലാമിലൂടെ അറിയിക്കുന്നുണ്ട്, അള്ളാഹു ഈ ഭൂമിയിൽ എന്തെല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ज़रा आदमी नज़र डालकर देखे कायनात पर क्या क्या अल्लाह ने बनाया है. നമ്മളൊന്ന് ശരിക്കും സൂക്ഷ്മമായി ഒന്ന് വീക്ഷിക്കണം, അള്ളാഹു എന്തെല്ലാമാണ് പടച്ചു വെച്ചിട്ടുള്ളത് എന്ന്. ये ज़मीन, आसमान, चाँद, सूरज, सितारे, सैयारे, जानवरों का निज़ाम, बारिश का निज़ाम, फलों का निज़ाम, दरख्त वरख्त, चरिंद परिंद, मेरे भाई दोस्तों, ये सब इंसानों के लिए है. ആകാശം, ഭൂമികൾ, ഇവിടുത്തെ വൃക്ഷങ്ങൾ, ഇവിടുത്തെ മൃഗങ്ങൾ, ഇവിടുത്തെ പക്ഷി പറവാദികൾ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ്. अब इंसान को दुनिया में भेजा, क्यों भेजा है? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ദുനിയാവിലേക്ക് എന്തിനാണ് അയച്ചത്? एक कंपनी वाला कहीं भेजता है तमाम सहूलतें दे के उसे कि भाई तू जा बाहर, तेरे लिए सोने के लिए सहूलतें हैं, खाने के लिए सहूलतें, गाड़ियों में फिरना, मज़े से रहना. वो क्यों भेज रहा है? ഒരു കമ്പനി ഒരാളൊരു നാട്ടിലേക്ക് അയക്കുകയാണ്, അയാൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ, താമസത്തിൻ്റെ, യാത്രയുടെ എല്ലാ സൗകര്യങ്ങളും ഒരാൾക്ക് ചെയ്തു കൊടുത്ത ഒരാളൊരു നാട്ടിലേക്ക് എന്തിനാണ് അയക്കുന്നത്? तो अल्लाह रब्बुल इज़्ज़त फरमा रहे हैं, मैंने इंसान को, जिन्नात को अपनी इबादत के लिए पैदा किया. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമിലൂടെ അറിയിക്കുന്നുണ്ട്, ഞാൻ മനുഷ്യനെയും ജിന്നുകളെയും എൻ്റെ ഇബാദത്തിന് വേണ്ടി, എൻ്റെ ആരാധനയ്ക്ക് വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചത്. हज़रात उलमा कराम फरमाते, हाँ, इल्ला लियअबुदून का मतलब इल्ला लियअरिफून है. ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്, ഇല്ലാ ലിയഅബുദൂൻ എന്നതിൻ്റെ അർത്ഥം സത്യത്തിൽ ഇല്ലാ ലിയഅരിഫൂൻ, അള്ളാഹുവിനെ മനസ്സിലാക്കാനോ അവനെ തിരിച്ചറിയാനോ വേണ്ടിയാണ്. हम उस खालिक और मालिक को पहचाने जिसने हमारे आने से पहले इन तमाम चीज़ों को पैदा किया. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി മുഴുവൻ സംവിധാനങ്ങളും ചെയ്ത ആ സൃഷ്ടാവായ ഖാലിക്കായ മാലിക്കായ അള്ളാഹുവിനെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. मेरे भाई दोस्तों, हमारी हर ज़रूरत को जानने वाला, हर ज़रूरत को पूरा करने वाला. माँ के पेट में थे, वहाँ ज़रूरतें थी. दुनिया में आई, दुनिया में ज़रूरतें. यहाँ से ख़बर में जाएंगे, वहाँ ज़रूरतें. फिर हशर का मैदान, जन्नत और जहन्नम, यहाँ सब ज़रूरत को पूरा करने वाले वो अल्लाह हैं. നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളും അറിയുന്നവൻ, ആവശ്യങ്ങളെ പൂർത്തിയാക്കി തരുന്നവൻ, മാതാവിൻ്റെ വയറ്റിലും ദുനിയാവിലും ദുനിയാവിന് ശേഷമുള്ള ഖബറിലും മഹ്ശറയിലും തുടങ്ങിയ സ്വർഗത്തിലും നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി അതിനെ പൂർത്തീകരിച്ചു തരുന്ന അള്ളാഹുവിനെ നമ്മൾ അറിയണം. ऐसे करीम आका को, ऐसे रहमान और रहीम को अगर हम नहीं पहचाने तो कितनी जो है बदबख्त की बात है और कितनी बगावत की बात है. ആ അള്ളാഹുവിനെ തിരിച്ചറിയാതെ, കാരുണ്യവാനായ ഔദാര്യവാനായ അള്ളാഹുവിനെ തിരിച്ചറിയാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതെത്ര വലിയ നഷ്ടമാണ്, എത്ര വലിയ പരാജയമാണത്. उसकी पहचान कैसे आएगी? അവൻ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? मेरे भाई दोस्तों, उसके लिए अल्लाह ने अंबिया अलैहिस्सलाम को दुनिया में भेजा, मजीद इंसानों के ऊपर रहम फरमाया और करम फरमाया ताकि इंसानों के ऊपर आके वो मेहनत करके अल्लाह समझाए. ഈ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാനും അവനെ മനസ്സിലാക്കാനും വേണ്ടി അള്ളാഹുവിൻ്റെ അടിമകളോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യം അള്ളാഹു നബിമാരെ ഭൂമിയിലേക്ക് അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കാനും അള്ളാഹുവിനെ മനസ്സിലാക്കാനും വേണ്ടി അള്ളാഹു നബിമാരെ ഭൂമിയിലേക്ക് അയച്ചു. अंबिया अलैहिस्सलाम जो दुनिया में आए हैं, कोई कारोबार धंधे के लिए नहीं, कोई जॉब के लिए नहीं, कोई फैक्ट्री सेटअप करने के लिए नहीं, कोई इलाके में जो है तक हाँ साहब जो है ख्वाहिश पड़ी है वहाँ उसे दूर करने के लिए, इसके लिए नहीं आए अंबिया अलैहिस्सलाम. നബിമാർ ദുനിയാവിലേക്ക് എന്തെങ്കിലും കച്ചവടങ്ങളോ അല്ലെങ്കിൽ കൃഷികളോ ദുനിയാവിൻ്റെ എന്തെങ്കിലും ഏർപ്പാടുകളോ അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും വ്യവസ്ഥകളോ ശരിയാക്കാനോ നന്നാക്കാനോ അല്ല നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് മനുഷ്യർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ആ ക്യാമറ ഒന്ന് ഫോട്ടോ ഓഫ് ആക്കി. हर नबी जो अपने वक्त पे आए हैं उन्होंने यही कहा है कि पैदा करने वाले खालिक और मालिक को पहचान लो, अल्लाह इसी में कामयाबी रखा है. ഓരോ കാലഘട്ടത്തിൽ വന്ന നബിമാർ പറഞ്ഞ യാഥാർത്ഥ്യം, നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ മനസ്സിലാക്കണം,
അതിലാണ് നിങ്ങളുടെ ദുനിയാവിന്റെയും ആഖിറത്തിലെയും വിജയം. ഇതാണ് ഓരോ നബിമാരും പറഞ്ഞത്. तुम्हारी हर जरूरत को पूरा करने वाला, നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും പൂർത്തിയാക്കുന്നവൻ, तुम्हारा रिस्क का देने वाला, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ, तुम्हारी कामयाबी का देने वाला, നിങ്ങൾക്ക് വിജയം നൽകുന്നവൻ, नाकामी का देने वाला, നിങ്ങൾക്ക് പരാജയം നൽകുന്നവൻ, इज्जत का देने वाला, നിങ്ങൾക്ക് അന്തസ്സ് നൽകുന്നവൻ, इज्जत का देने वाला, നിങ്ങളെ നിന്ദിതനാക്കുന്നവൻ, बीमारी और हयात का मालिक. അസുഖത്തിന്റെയും അതുപോലെ ജീവിതത്തിന്റെയും മാലിക് രക്ഷിതാവ്. मेरे भाइयों और दोस्तों, ऐसे खालिक और मालिक को अगर इंसान ना पहचाना तो बिल्कुल जो है बता कि वो नाकारा है. ഇങ്ങനെ മുഴുവൻ ആവശ്യങ്ങളും നൽകി മനുഷ്യനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം. तो हज़रत अंबिया अलैहिस्सलाम आकर इंसानों के ऊपर मेहनत करके ये बात समझाई और अल्लाह का तारुफ कराया. ഈ നബിമാർ വന്ന് മനുഷ്യരുടെ മേൽ പരിശ്രമിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുത്തു. पहचानो वो करीम आका को. ആ മനുഷ്യർ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങി. हजारों ने लाखों नियामतें बारिश के खतरों की तरह इंसानों के ऊपर बरस रही हैं. ആ അള്ളാഹു മനുഷ്യന് ഓരോ സമയത്തും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിയമത്തുകൾ അള്ളാഹുവിന്റെ മഴ പോലെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. जिस तरह कोई आदमी बारिश के खतरों को गिन नहीं सकता, इस तरह अल्लाह की नामतों को गिन नहीं सकता. ഏതുപോലെ മഴയുടെ തുള്ളികൾ നമുക്ക് എണ്ണാൻ സാധിക്കില്ലയോ, ഇതുപോലെ അള്ളാഹു നമുക്ക് ചെയ്ത നിയമത്ത് നമുക്ക് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. मेरे भाई दोस्तों, इंसान कैसे पहचानेगा? സഹോദരന്മാർ, മനുഷ്യരെങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കും? अल्लाह रब्बुल इज्जत ने ये बताया कि तुम मुझसे हिदायत मांगो, मैं तुम्हें हिदायत दूंगा. അള്ളാഹു നമ്മളോട് പറയാണ്, അള്ളാഹു ആവശ്യപ്പെടാണ്, നിങ്ങൾ എന്നോട് ഹിദായത്ത് സന്മാർഗം ചോദിക്കണം, നിങ്ങൾക്ക് ഞാൻ ഹിദായത്ത് നൽകാം. हिदायत ईमान का नूर है. ഹിദായത്ത് ഈമാന്റെ ഒരു പ്രകാശമാണ്. जब इंसानों के दिलों के अंदर वो बात आती है, नूर आता है, तो फिर दिल मुनव्वर और मुज़य्यन हो जाते हैं. फिर उसके जरिए से इस्यान, कुफर और नाफरमानियाँ दोस्तों जब तक ये इसका जो है ये होता है. ആ ഈമാനിന്റെ ഹിദായത്തിന്റെ പ്രകാശം മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ ഷിർക്കിന്റെ കുഫറിന്റെ തിന്മകളുടെ അവസ്ഥയിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെട്ട് അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നവനായി മാറും. तो इसके लिए अंबिया अलैहिस्सलाम को भेज के इंसानों के ऊपर मेहनत की. ഇതിനു വേണ്ടി നബിമാരെ അള്ളാഹു അയച്ച് മനുഷ്യരുടെ മേൽ ഒരു പരിശ്രമം ചെയ്യിപ്പിച്ചു. मेरे भाइयों बुजुर्गों दोस्तों, ताकि इंसान दुनिया में भला मानुष बन के और भला आदमी बन के जिंदगी गुजारे. എന്തിനെന്ന് വെച്ചാൽ മനുഷ്യൻ ദുനിയാവിൽ നല്ലൊരു വ്യക്തിയായി ജീവിച്ച് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം. इसके जरिए से दुनिया में अमन, चैन, सुकून, इत्मीनान, प्यार, मोहब्बतें, हमदर्दियाँ, मेरे भाई दोस्तों, ऐसे खैर की चीजें जिंदा हो. ഇതുവഴിയായി നല്ലൊരു മനുഷ്യനായി ജീവിക്കുന്നതിലൂടെ ദുനിയാവിൽ നന്മകളും പരസ്പരം സ്നേഹവും സൽക്കർമ്മങ്ങളും പരസ്പരം ഹൃദയത്തിന്റെ ഐക്യവും ഒത്തൊരുമയും എല്ലാ നന്മകളും ഉണ്ടാകണം. मेरे भाई दोस्तों, जब तक अल्लाह की पहचान नहीं आती और अल्लाह का खौफ नहीं आता, मुझे कल अल्लाह के सामने खड़े होना है, हर चीज का मुझे जवाब देना है, हर सवाल का जवाब देना है. मेरे अज़ा और जवाब बता कि जो है ये खुद बोलने वाले बनेंगे. ये जब तक उसके दिल के अंदर ये बात नहीं आती, आदमी जो है बता के वो चल नहीं सकता. സഹോദരന്മാരെ, ഏതുവരെ മനുഷ്യരുടെ ഹൃദയത്തിൽ അവൻ നാളെ അള്ളാഹുവിന് മുമ്പിൽ മുഴുവൻ കാര്യങ്ങൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ്, അള്ളാഹുവിന് മുമ്പിൽ മുഴുവൻ കാര്യങ്ങളും പറയേണ്ടവനാണ്, എല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്, ഈ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണമെന്നുള്ള യഥാർത്ഥ ചിന്ത മനുഷ്യരുടെ ഹൃദയത്തിൽ വരാത്തിടത്തോളം കാലം അവര് പരാജയമായിരിക്കും. इसीलिए सरकार दो आलम साहब ने फरमाया, इंसान के जिस्म में एक गोश्त का लोतड़ा है, अगर वो दुरुस्त हो जाता है तो इसका पूरा जिस्म दुरुस्त हो जाता है. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരളി, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്, അത് നേരെയായാൽ അവന്റെ ശരീരം മുഴുവൻ നേരെയായി. वो है इंसान का दिल. അതാണ് മനുഷ്യന്റെ ഹൃദയം. जब दिल के अंदर ये बातें आती हैं और अल्लाह का खौफ आता है, अल्लाह की खशियत आती है, हिदायत जब आती है, मेरे भाइयों दोस्तों, पता कि इसके अंदर पता कि वो चीजें आने लगती हैं, भलाई चीजें आने लगती हैं. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എപ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരുന്നോ ആ മനുഷ്യൻ നേരായ വഴിയിലൂടെ സഞ്ചരിക്കും. कुरान पाक उठाकर देखें, 1, 2, 10, 20 नहीं, 1.25 लाख अंबिया अलैहिस्सलाम को इस काम के लिए अल्लाह ने भेजा है. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 1, 2, 10, 20 നബിമാരല്ല, 1.25 ലക്ഷത്തോളം നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദൗത്യത്തിന് വേണ്ടി അല്ലാഹു ഭൂമിയിലേക്ക് അയച്ചു. हर नबी जो आए हैं मेरे भाइयों दोस्तों, इसके अलावा कोई और काम नहीं किया. നബിമാര് വന്ന് ഇതിനപ്പുറത്തേക്ക് വേറൊരു ജോലിയും ചെയ്തില്ല. इंसान भला बने,
अब भलाई वाली जिंदगी गुजारे। മനുഷ്യൻ നന്നാകണം, നേരെയാകണം, അവൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കണം. ഇതിനാണ് നബിമാർ പരിശ്രമിച്ചത്. मेरे बाप दोस्तों, जब इंसानों के ऊपर मेहनत होती थी उनके अंदर भलाइयाँ आती थी। എപ്പോൾ മനുഷ്യരുടെ മേൽ അധ്വാനവും പരിശ്രമവും നടന്നോ ആ മനുഷ്യർ നല്ല മനുഷ്യരായി ജീവിച്ചു തുടങ്ങി. फिर जो है अमन चैन सुकून आता था। പിന്നീട് സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ സമൃദ്ധിയും ഉണ്ടായി. जैसे नबी जाते थे मेरे भाई दोस्तों, जब तक जाने के बाद मेहनतें छूट जाती थी, फिर उन्हीं भले लोगों में बुराइयां आ जाती थी। നബിമാർ അലൈഹി വസ്സലാത്തു വസ്സലാം അവരുടെ പരിശ്രമം കഴിഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നതിലോടുകൂടി ഈ നന്മകളിലൂടെ ജീവിച്ച മനുഷ്യർ വീണ്ടും തിന്മകളിലേക്കും അവർ അന്ധകാരങ്ങളിലേക്കും കൂപ്പുകുത്താൻ തുടങ്ങി. अंबिया अलैहिस्सलातु वस्सलाम जो आए हैं, कोई किसी इलाके के लिए, कोई खानदान के लिए, कोई कौमों के लिए, एक एक घराने के लिए अल्लाह ने नबियों को भेजा है। അള്ളാഹു സുബ്ഹാനഹു വ തആല ചില നബിമാരെ ചില നാടുകൾക്ക് വേണ്ടി, ചില കുടുംബത്തിന് വേണ്ടി, ചില ഗോത്രത്തിന് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി അള്ളാഹു നബിമാരെ അയച്ചുകൊണ്ടേയിരുന്നു. सूरह यासीन में अल्लाह फरमाने हमने एक करिए की तरफ 3 नबियों को भेजा है। സൂറത്ത് യാസീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അള്ളാഹു ഒരു നാട്ടിലേക്ക് 3 ദൂതന്മാരെ അള്ളാഹു അയച്ചു. मेरे भाइयों और दोस्तों, अल्लाह का ये ज़ाब्ता रहा है, कल क़यामत के मैदान में कोई आदमी ये ना कहे कि हमारे तरफ कोई जो बता के रहबर और बता के हाँ साहब बता के हिदायत का, वो बता के दिलाने वाला और मेहनत करने वाला और तुम्हारा तारुफ करने वाला कोई नहीं आया। നാളെ ഖിയാമത്തിൽ അള്ളാഹുവിനോട് ഒരു മനുഷ്യരും പറയരുത്, അള്ളാഹുവെ നിന്നെ പരിചയപ്പെടുത്തി തരാൻ, നിന്നെ മനസ്സിലാക്കി തരാൻ, നിന്നെ അറിയിച്ചു തരാൻ ഞങ്ങളുടെ അടുക്കലേക്ക് ഒരാളും വന്നില്ല എന്ന് നാളെ ഒരാളും അള്ളാഹുവിനോട് പറയരുത്. ഇതിനു വേണ്ടി അള്ളാഹു ഓരോ കാലഘട്ടങ്ങളിലും നബിമാരെ അയച്ചുകൊണ്ടേയിരുന്നു. अल्लाह फरमाते हैं किताबों में लिखा है कोई कौम ऐसी नहीं है जिसकी तरफ अल्लाह ने नबियों को ना भेजा हो। കിതാബിൽ എഴുതിയിട്ടുണ്ട്, ഒരു സമൂഹവുമില്ല, എല്ലാ സമൂഹത്തിലേക്കും അള്ളാഹു നബിമാരെ, അള്ളാഹുവിന്റെ ദൂതന്മാരെ അള്ളാഹു അയച്ചിട്ടുണ്ട്. अब मेहनत के लिए नबी आते थे, പരിശ്രമത്തിന് വേണ്ടി നബിമാർ വരുമായിരുന്നു. नबी जाते थे, दूसरे आते थे। ആ നബി പോകും, അതിനുശേഷം അടുത്ത നബി വരും. अब हजरत रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम आखिरी नबी हैं। ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. आपने फरमाया मैं आखिरी नबी हूँ, ये उम्मत आखिरी है, मेरे बाद कोई नबी नहीं, ये उम्मत के बाद कोई उम्मत नहीं। തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവസാനത്തെ നബിയാണ്, ഇത് അവസാനത്തെ ഉമ്മത്താണ്, എനിക്ക് ശേഷം വേറെ നബിയില്ല, ഈ ഉമ്മത്തിന് ശേഷം വേറൊരു ഉമ്മത്തുമില്ല. अब जरा सोचने की बात है कि वो बुराइयां, वो बिगाड़, वो गंदगियां इंसान में हमेशा रहेंगी। ഈ തിന്മകളും അതുപോലെ തന്നെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മുഴുവൻ പ്രശ്നങ്ങളും മനുഷ്യരിൽ അവശേഷിച്ചുകൊണ്ടിരിക്കും. हाँ, दस्तूर ये है कि जैसा माहौल होता है आदमी के अंदर वो चीजें आ जाती हैं। ഏതുപോലെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളുണ്ടോ അതനുസരിച്ച് മനുഷ്യർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഇതൊരു നിയമമാണ്. सैयदना ईसा अला नबीना अलैहिस्सलातु वस्सलाम के बाद 600 साल तक कोई दुनिया में नबी नहीं आए। ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം 600 വർഷത്തോളം ഭൂമിയിൽ പിന്നെ ഒരു നബിമാരും വന്നിട്ടില്ല. इंतहाई जहालत में थी, അങ്ങേയറ്റത്തെ വിവരക്കേടിന്റെ അവസ്ഥയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. इंसानियत गुमराही में थी, മനുഷ്യത്വം അവർ വഴികേടിലും തിന്മകളുമായിരുന്നു. अरे इससे ज्यादा क्या होता है, बैतुल्लाह का तवाफ नंगा करते थे। അവർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയെ നഗ്നരായി തവാഫ് ചെയ്യുമായിരുന്നു. ഇതിനേക്കാൾ വലിയ വിവരക്കേടെന്താണ്? अपने घरों में लड़कियों का होना वो आयब समझते थे। സ്വന്തം വീട്ടിൽ പെൺമക്കൾ ജനിക്കാന്നുള്ളത് അവർ വലിയൊരു ന്യൂനതയായി മനസ്സിലാക്കിയിരുന്നു. किसी का ऊंट आगे पानी पीने के लिए जाता, उसके ऊपर खतल गारतगिरी होती थी। ഒരാളുടെ ഒട്ടകം മറ്റൊരാളുടെ സ്ഥലത്ത് കയറി എന്തെങ്കിലും വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ അതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യുമായിരുന്നു. मेरे भाइयों बुजुर्गों अजीज दोस्तों, हाँ, मेहनत करने के लिए हजरत रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम को मक्के में भेजा। അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കത്തേക്ക് അള്ളാഹു നിയോഗിച്ചു. वहाँ आपने मेहनत शुरू की, തങ്ങൾ പരിശ്രമം ആരംഭിച്ചു. एक एक आदमी से मिलते, ഓരോരുത്തരുടെ അടുത്ത് തങ്ങൾ ചെന്നു. एक एक को तारुफ कराते, ഓരോരുത്തരോടും അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. अल्लाह की अजमत और बड़ाई को समझाते, അള്ളാഹുവിന്റെ വലിപ്പവും അവന്റെ മഹത്വവും പറഞ്ഞു കൊടുത്തു. ये बताते तुम्हारे पैदा करने वाले को पहचानो। അവരോട് പറഞ്ഞു, നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങൾ മനസ്സിലാക്കണം. आज बड़ी अफसोस की बात है कि आदमी
हाँ सब बारीक से बारीक चीज़ों को पहचान लिया, लेकिन अपने पैदा करने वाले खालिक और मालिक को नहीं पहचाना। ഇന്ന് വലിയ സങ്കടകരമായ കാര്യമാണ്, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. एक एक आदमी को मिले, एक एक घर के पास जाते, उसे समझाते, रात में दिन में। मेरे भाई दोस्तों, उसके लिए हालात आते थे। आपने सफर किया ताइफ का, मक्के से तकरीबन 70 किलोमीटर है, पैदल गए हैं आप। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ വ്യക്തികൾക്കിലേക്കും ചെല്ലും, തങ്ങൾ ഓരോ വീട്ടിലും ചെല്ലും, ഓരോരുത്തരെയും കണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയും, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കും. തങ്ങൾക്ക് അതിന്റെ പേരിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരാൻ തുടങ്ങി. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 70 കിലോമീറ്റർ യാത്ര തങ്ങൾ തായിഫിലേക്ക് എത്തി. वहाँ बड़े बड़े सरदार रहते थे, അവിടെ വലിയ നേതാക്കൾ ഉണ്ടായിരുന്നു. उनके पास जाके हाँ बताके ये एक ख्याल किया कि उनको जाके समझाएंगे, उनके पीछे कौम है, वो भी हिदायत पर आ जाएगी। തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷ, തങ്ങൾ വിചാരിച്ചത് ആ നേതാക്കൾക്ക് ദീനിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്തോടെ ദീൻ മനസ്സിലാക്കിയാൽ ഈ സാധാരണക്കാരായ ജനങ്ങൾ അവർ ദീനിലേക്ക് വരുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചു. हम सबको मालूम नहीं कितने बार पढ़ा है, कितने बार सुना है, क्या हालात हुए उस पर। നമുക്കെല്ലാവർക്കും ഈ സംഭവം വളരെ വിശദീകരിച്ച് നമുക്കറിയാം. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് ആ തായിഫിൽ എന്തെല്ലാം പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായി. किसी ने कहा वो हो आप ही मिल गए अल्लाह को नबी बनाने के लिए। ഒരു നേതാവ് പറഞ്ഞു, അള്ളാഹ്ക്ക് നബിയായിട്ട് അയക്കാൻ താങ്കളെയാണ് കിട്ടിയത്. अगर आप नबी हैं तो आपसे बात करना दुरुस्त नहीं है। താങ്കൾ നബിയാണെങ്കിൽ താങ്കളോട് സംസാരിക്കൽ, താങ്കൾ എതിർക്കൽ ശരിയായ കാര്യമില്ല. आप उनसे मायूस होकर जब वापस होने लगे, मेरे भाइयों बुजुर्गों दोस्तों, बहुत ही गंभीर से सोचने की बात है। आप अलैहिस्सलाम का क्या मुकाम है, अल्लाह के बाद किसी का दर्जा है, तो आपका दर्जा है, आपके पीछे शरीर लड़कों को लगा दिया। തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹവുമായി സംസാരിച്ച അവസാനം നിരാശപ്പെട്ട് തങ്ങൾ മടങ്ങി. തങ്ങളുടെ സ്ഥാനവും മഹത്വവും എത്ര ഉയർന്ന സ്ഥാനാണ്. വളരെ സങ്കടത്തോടുകൂടി ഖേദത്തോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. തങ്ങൾ തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ പിന്നാലെ അങ്ങാടി പിള്ളേരെ തങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. पत्थर मारते, तालियां बजाते, हंसी मजाक करते, തങ്ങളെ കല്ലെറിഞ്ഞു, തങ്ങളെ കൂക്കി വിളിച്ചു, തങ്ങളെ കളിയാക്കാൻ തുടങ്ങി. मेरे भाई दोस्तों देखिए वो सिचुएशन क्या हाल हुआ होगा। സഹോദരന്മാരൊന്ന് ആലോചിച്ച് നോക്കണം, എന്തൊരു അവസ്ഥയാണത്, എന്തൊരു ബുദ്ധിമുട്ടാണ്, പ്രയാസമാണെന്ന് ഓരോരുത്തരും ആലോചിച്ച് നോക്കണം. फरिश्ते आ गए, മലക്കുകൾ വരുന്നു. अगर आप हुक्म दे दोनों पहाड़ों को हम बता के पीस देंगे दरमियान में इनको। താങ്കൾ കൽപ്പിക്കുകയാണെങ്കിൽ രണ്ട് മലകൾക്കിടയിൽ ഈ നാട്ടുകാരെ ലഭിച്ചു കളയാമെന്ന് മലക്കൾ തങ്ങളോട് ചോദിക്കുന്നു. आप रहमतुल लिल आलमीन थे, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനാണ്, മുഴുവൻ ആലമിനും കാരുണ്യവാനായിട്ടാണ് അല്ലാഹു തങ്ങളെ അയച്ചത്. आपने फरमाया अगर ये लोग हाँ ईमान नहीं लाए तो कम से कम इनकी नस्लों में कोई ईमान लेके आएगा जो इंसानियत के लिए नफा बख्श होगा। തങ്ങൾ പറഞ്ഞു, ഇവർ വിശ്വസിച്ചില്ലെങ്കിൽ, ഇവർ ഈമാൻ ഉൾക്കൊണ്ടില്ലെങ്കിലും ഇവരെ പരമ്പരകളിൽ സന്താന തലമുറകളിൽ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമെന്ന് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. मेहनत करते रहे सब जब तक मक्के में, और 13 साल के बाद हिजरत का हुक्म हुआ, वहाँ मदीना मुनव्वरा गए। തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. 13 വർഷം തങ്ങൾ പരിശ്രമിച്ചു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് ഹിജ്റത്ത് ചെയ്തു. हिजरत जाने के बाद, हिजरत करने के बाद सबसे पहला काम आपने क्या किया है? തങ്ങൾ മദീനത്തേക്ക് ഹിജ്റത്ത് ചെയ്തതിനു ശേഷം തങ്ങൾ ആദ്യമായിട്ട് ചെയ്ത ജോലി എന്താണ്? हमारे माशाल्लाह केरला के लोग पूरी दुनिया में फैले हैं। നമ്മളെ കേരളക്കാർ ലോകം മുഴുവൻ എല്ലായിടത്തും പരന്നു കിടക്കാണ്. जाते कि नहीं कि आदमी क्या करता है? ഒരാൾ ഒരു നാട്ടിൽ ആദ്യം ചെന്നാൽ എന്താണ് ചെയ്യുക? अपना ठिकाना बनाता है, അവനക്ക് താമസിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. कहीं जो है सोने का, कहीं खाने का एक ठिकाना बनाता है। ഭക്ഷണം കഴിക്കാനുള്ള, വിശ്രമിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. तो रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ठिकाना नहीं बनाए, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗകര്യത്തിനുള്ള ഏർപ്പാടല്ല ചെയ്തത്. आपने सबसे पहले मस्जिद बनाई। തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മസ്ജിദ് നിർമ്മിച്ചു. ഖുബा में लोग रोक लिए, 15-20 दिन का मसला था, वहाँ रुके, उनकी जब तक हाँ उनके खुशामद, उनके इस्तकबाल पर वहाँ रुके। सबसे पहला काम वहाँ मस्जिद बनाने का किया। തങ്ങൾ ഖുബയിൽ 10-15 ദിവസം താമസിച്ചു. അവർ തങ്ങളെ ഇസ്തിഖ്ബാൽ ചെയ്തു. തങ്ങൾ അവിടെ ഒരു മസ്ജിദ് പണിതു. वहाँ से हिजरत करके मदीने मुनव्वरा गए। അവിടുന്ന് പിന്നെയും ഹിജ്റത്ത് ചെയ്ത് മദീനയിലേക്ക് എത്തി. मदीने मुनव्वरा जाने के बाद अबू अय्यूब अंसारी रज़ियल्लाहु अन्हु के घर पे ठहरे, लेकिन वहाँ भी सबसे पहला जो काम किया है वो मस्जिद के बनाने का काम है।
മദീന മുനവറയിൽ എത്തിയതിനു ശേഷം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിച്ചു. മദീനത്തും തങ്ങൾ ആദ്യം ചെയ്ത പണി അവിടെ മസ്ജിദ് നിർമ്മിക്കുക എന്നതായിരുന്നു. क्यों मस्जिद बनाई? എന്തിനാണ് മസ്ജിദ് നിർമ്മിച്ചത്? मेरे भाई दोस्तों, मस्जिद में लोगों की तरबियत हो. മസ്ജിദിലാണ് ആളുകളെ തർബിയത്ത് ചെയ്യേണ്ടത്. जिस मुबारक दीन को आप लेके आए हैं, वो जिंदगियों में आने के लिए दोस्तों जो है बता के एक मरकज बनाया. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ ഏതൊരു ദീനുമായിട്ടാണോ അയച്ചത്, ആ ദീനെ ജനങ്ങൾക്ക് പഠിപ്പിക്കാനും അവരുടെ ജീവിതത്തിൽ ദീനിയായ ജീവിതം ഉണ്ടാകുവാനും വേണ്ടി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ഒരു മർക്കസ് ഉണ്ടാക്കി. इसलिए कि जितने वादे अल्लाह की तरफ से हैं वो दीन मतीन पर हैं. ഏതെല്ലാം അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളുണ്ടോ അത് പൂർണ്ണമായ ദീനിലാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. आज हमारे अंदर एक गलत फहमी यह हुई है, चंद अमलों को हमने दीन समझ लिया. ഇന്ന് നമുക്കൊരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ ദീനായി മനസ്സിലാക്കി. कभी नमाज पढ़ लिया, कभी रोजा रख लिया, कभी हज कर लिया, हम समझ गए कि हम दीनदार हैं. ഇടക്കിടക്ക് നമസ്കരിച്ചു, ഇടക്കിടക്ക് നോമ്പ് വെച്ചു, ഇടക്കിടക്ക് നമ്മൾ ഹജ്ജ് ഉംറയൊക്കെ ചെയ്തു. നമ്മൾ ദീൻ അനുസരിച്ച് പൂർണ്ണമായി ജീവിച്ചത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ये पूरा दीन नहीं है, चंद रुकन है. ഇതൊരിക്കലും പൂർണ്ണമായ ദീനിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ്. दावत और तबलीग के जरिए से पूरे दीन की दावत दी जा रही है. ഈ ദാവത്തിന്റെ പരിശ്രമം കൊണ്ട് പൂർണ്ണമായ ദീൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനോടുള്ള ദാവത്ത് നമ്മൾ ചെയ്യുന്നത്. जो कुछ रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम अल्लाह की तरफ से लाए हैं वो पूरी जिंदगियों में आ जाए, एक फर्ज में आए. उम्मत के एक एक जहबत के दोस्तों, मर्दों में, औरतों में, तमाम तबकों में दीन आए. അതരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും കൊണ്ടുവന്നിട്ടുണ്ടോ അത് പൂർണ്ണമായും ഓരോ വ്യക്തികളിലും ഓരോ കുടുംബങ്ങളിലും ഓരോ സമൂഹങ്ങളിലും പൂർണ്ണമായിട്ടുണ്ടാകണം. इसलिए कि दीन कामयाबी का जामिन है. അതുകൊണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ അത് വിജയത്തിനുള്ള മാനദണ്ഡമാണ്. मेरे भाई दोस्तों, इंसान भी कामयाबी चाहता है. ഓരോ മനുഷ്യരും വിജയം ആഗ്രഹിക്കുന്നുണ്ട്. वो दीन जो हमारे अंदर है उस पर कामयाबी का वादा नहीं है. നമ്മൾ അനുസരിച്ച് ജീവിക്കുന്ന ബാഹികമായ ദീൻ അതിലൊരിക്കലും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിജയത്തിന്റെ വാഗ്ദാനമില്ല. कामयाबी का वादा वो दीन पर है जो रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम अल्लाह की तरफ से लेके आए हैं. ഏതൊരു ദീനാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും കൊണ്ടുവന്നത് ആ പൂർണ്ണമായ ദീനിലാണ് വിജയത്തിന്റെ വാഗ്ദാനം അല്ലാഹു വെച്ചിട്ടുള്ളത്. उसके लिए एक मेहनत है. അതിനുവേണ്ടി നമ്മളൊരു പരിശ്രമം ചെയ്യണം. उसके लिए सबसे पहली चीज जो है दिलों के अंदर अल्लाह के खौफ को लाना है. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ടുവരലാണ്. जो दिल में बात आएगी इंसान के पता के इंसान उसे करेगा. നമ്മുടെ ഹൃദയത്തിൽ എന്തൊരു കാര്യമാണുള്ളത് മനുഷ്യൻ അതനുസരിച്ച് പ്രവർത്തിക്കും. मेरे भाई दोस्तों, असबाब के यकीन को निकालना है. നമ്മുടെ ഹൃദയത്തിൽ നിന്നും വസ്തുക്കളിലുള്ള യഖീൻ നമ്മൾ മാറ്റണം. हाँ, फलां से होता है, कारोबार से होता है, धंधों से होता है, मुल्क से होता है, मामूल हाँ सब है, मुल्क से होता है, माल से होता है, अक्सरियत से होता है. मेरे भाई दोस्तों, कुरान पाक में अल्लाह ताला ने पिछले कौमों के वाक़यात एक के बाद दूसरे बराबर जो है बयान किया. और देखो, बड़े बड़े हुकूमत के रखने वाले, बड़े बड़े ताकत के रखने वाले, मुल्क और माल के रखने वाले, तख्त और ताज के रखने वाले सब दुनिया से नाकाम होकर चले गए. जिनकी जिंदगी में दीन नहीं था वो नाकाम होकर चले गए. നമ്മുടെ ഹൃദയത്തിൽ നിന്നും വസ്തുക്കളെ കുറിച്ചുള്ള യഖീൻ മാറണം. സമ്പത്ത് കൊണ്ട് നടക്കും, അധികാരം കൊണ്ട് നടക്കും, നമ്മുടെ ഭൂരിപക്ഷം കൊണ്ട് നടക്കും. ഇങ്ങനെ എന്തെല്ലാം യഖീൻ നമ്മുടെ ഹൃദയങ്ങളിലുണ്ടോ ഈ യഖീൻ മുഴുവൻ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിൽ ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ സംഭവങ്ങളും അല്ലാഹു വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അധികാരം കൊണ്ട് വിജയിക്കും, സമ്പത്ത് കൊണ്ട് വിജയിക്കും, ആൾബലം കൊണ്ട് വിജയിക്കും. ഇങ്ങനെ ദുനിയാവിന്റെ വസ്തുക്കളിൽ വിജയം തേടി നടന്ന ആളുകൾ അവർ നിന്ദ്യരായി പരാജയപ്പെട്ട സംഭവങ്ങൾ അല്ലാഹു ഖുർആനിലൂടെ അറിയിക്കുന്നുണ്ട്. ഇത് അല്ലാഹു നമുക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി തരാനാണ്. അല്ലാഹുവിന്റെ ദീനിലാണ് പരിപൂർണമായ വിജയമെന്ന്. आज सुबह शाम हमारे माहौल में, हमारे माशरे में, हमारी फिजाओं में दुनिया 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 बड़ी, डॉक्टर बड़ा, इंजीनियर बड़ा, पैसा बड़ा, दोस्तों जो है इसकी बातें चल रही हैं. ഇന്ന് നമ്മുടെ രാവും പകലിലും നമ്മുടെ ഓരോ സമയത്തും നമ്മുടെ ദുനിയാവിന്റെ വസ്തുക്കളെ കുറിച്ചുള്ള ചർച്ചയിലാണ്. ഡോക്ടറായ വിജയിക്കും, എഞ്ചിനീയറായ വിജയിക്കും, പൈസ സമ്പത്തുണ്ടായാൽ വിജയിക്കും. ഇങ്ങനെ ദുനിയാവിന്റെ വസ്തുക്കൾ നമ്മൾ വിജയം തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ച ചെയ്യുന്നതും കേൾക്കുന്നതും ഈ കാര്യങ്ങളാണ്. इसीलिए मौजून को हुक्म हुआ, उंगलियां रखो कानों में, लोगों का सुनो मत, तुम कहो सबसे बड़ा अल्लाह है, अल्लाह ही बड़ा है. അതുകൊണ്ടാണ് മുഅദ്ദിനോട് കൽപ്പിക്കപ്പെട്ടത്, താങ്കൾ ചെവിയിൽ വിരൽ വെച്ച് പുറത്തുനിന്ന് ആരും പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ ഒച്ചത്തിൽ പറഞ്ഞോളിയും അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ, അവന്റെ കൽപ്പനയാണ് ഏറ്റവും വലുത്, ഇത് നിങ്ങൾ ഒച്ചത്തിൽ പറഞ്ഞോളിയും എന്ന് മുഅദ്ദിനോട് കൽപ്പിക്കപ്പെട്ടത്. कहो ला इलाहा इल्लल्लाह,
പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. दुनिया की किसी चीज से कोई नफा नहीं है, करने वाली जात अल्लाह की है, सब कुछ करने वाला अल्लाह है. ദുനിയാവിന്റെ ഒന്നുകൊണ്ടും ഒരു ഉപകാരവും കിട്ടില്ല. എല്ലാം പ്രവർത്തിക്കുന്നവൻ, എല്ലാം ചെയ്യുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അവന്റെ കയ്യിലാണ് മുഴുവൻ കാര്യങ്ങളും. कहो मोहम्मद रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम, अल्लाह ने रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के तरीकों में कामयाबी रखा है. റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നിങ്ങൾ പറയണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ വിജയം വെച്ചത് തങ്ങളെ പൂർണ്ണമായും പിൻപറ്റി ജീവിക്കുന്നതിലൂടെയാണ്. दोस्तों, जमातों में लेके जाके ये सिखा रहे हैं. അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ട് നമ്മൾ പഠിക്കുന്നത് ഈ കാര്യങ്ങളാണ്. 4 महीने 40 दिन मस्जिद के माहौल में बैठकर सुबह शाम इसको बोला जा रहा है. 4 മാസം 40 ദിവസം പള്ളിയുടെ മാഹോലിൽ നമ്മൾ പറയുന്നതും പഠിക്കുന്നതും ഈ കാര്യങ്ങളാണ്. इसे सुना जा रहा है, ഇതാണ് നമ്മൾ കേൾക്കുന്നത്. इसके बारे में सोचा जा रहा है. ഇതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. हमारा दुनिया का माहौल ऐसा माहौल नहीं है. ദുനിയാവിന്റെ ചുറ്റുപാട് അങ്ങനത്തെ ചുറ്റുപാടല്ല. बाजार बदतरीन जगह है, അങ്ങാടികൾ അത് ഏറ്റവും മോശപ്പെട്ട സ്ഥലങ്ങളാണ്. मस्जिद बेहतरीन जगह है. മസ്ജിദ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. माहौल को बदलना है, നമ്മുടെ ചുറ്റുപാടുകളെ മാറ്റണം. अल्लाह के बोल को बोलना है. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. खूब इतना बोले कि दिलो दिमाग में वो बात उतर जाए. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ മസ്തിഷ്കത്തിലും അള്ളാഹുവിനെ കുറിച്ച് ഇറങ്ങണം. रगो रेशे में वो बात आ जाए, എല്ലാവരിലും ഈ കാര്യങ്ങൾ ഉണ്ടാകണം. खून और गोश्त में वो बात आ जाए, നമ്മുടെ രക്തത്തിലും മജ്ജയിലും മാംസയിലും ഈ കാര്യങ്ങൾ हड्डी और ഉണ്ടാകണം. दूध में आ जाए. നമ്മുടെ ഓരോ ഞരമ്പുകളിലും ഓരോ എല്ലിലും ഈ കാര്യം ഉണ്ടാകണം. करने वाली जात अल्लाह की है. കാര്യങ്ങൾ നടത്തുന്നവൻ അള്ളാഹു മാത്രമാണ്. मेरे भाई दोस्तों, ये मेहनत के जरिए से ये बात सिखाई गई थी. പുത്രന്മാരെ, ഈ ഒരു പരിശ്രമത്തിന്റെ പരിശ്രമത്തിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ये 4 महीने निकालना इसके लिए है. അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ 4 മാസം പുറപ്പെടുന്നതിന് വേണ്ടിയാണ്. जब जाके आदमी जो है 4 महीने इन बातों को बोलेगा, इन बातों की दावत देगा, लोगों को इधर बुलाएगा, तो फिर इसका यकीन बनेगा. അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ 4 മാസം പുറപ്പെട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഈ വഴിയിലേക്ക് ക്ഷണിച്ചാൽ ആ മനുഷ്യന്റെ യഖീൻ നന്നായി തീരും. और फिर ईमान का नूर आएगा, പിന്നെ അവന് ഈമാന്റെ പ്രകാശം വരും. और फिर वो नूर के जरिए से और बताए कि हाँ अल्लाह के अहकामात क्या हैं, उस पर चलने में नफा क्या है, अल्लाह की नाफरमानियाँ क्या हैं, उसे छोड़ने से नुकसान क्या है, ये चीज नजर आएगी. അതിലൂടെ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്താണ്, ആ കൽപ്പനകൾ അനുസരിച്ചാലുള്ള പ്രയോജനങ്ങൾ എന്താണ്, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചാലുള്ള നഷ്ടങ്ങൾ എന്താണ് എന്ന് ആ മനുഷ്യന് മനസ്സിലാകും. आज हमारे दिल गुमराहियों में हैं. ഇന്ന് നമ്മുടെ ഹൃദയങ്ങൾ വഴികേടിലാണ്. मेरे भाई दोस्तों, कोई चीज नजर नहीं आ रही. നമുക്കൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. जब हिदायत आएगी मेरे भाई दोस्तों, जो है दिल मुज़य्यन होगा. अल्लाहुम्मा हब्बिब इलैनल ईमान वज़य्यिन फी क़ुलूबिना वकर्र इलैनल कुफ्र वल फुसूक़ वल इस्यान. कुफ्र क्या है, इस्यान क्या है, नाफरमानियाँ क्या है. मेरे भाई दोस्तों, अल्लाह किससे राजी होते हैं आज हमें मालूम नहीं है. ये चीज़ें जब तक बंदे के अंदर आएंगी, നമ്മൾ എപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഹിദായത്ത് വരുന്നോ, ഈമാന്റെ പ്രകാശം വരുന്നോ, അപ്പൊ നമ്മൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകും. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അല്ലാഹുവോടുള്ള അനുസരണക്കേട് എന്താണ്, കുഫർ എന്താണ്, തിന്മകൾ എന്താണ്, ആ തിന്മകളോട് ജീവിച്ചാലുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഇത് ഹിദായത്തിന്റെ ഈമാന്റെ പ്രകാശം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ യാഥാർത്ഥ്യം അവന് മനസ്സിലാകും. मेरे भाइयों दोस्तों, जब जाके अल्लाह के रास्ते में ईमान बनाकर आएंगे, यकीन बनाकर आएंगे, हिदायत आएगी, फिर अपने माहौल में खासा उसको बाकी रखना है. നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ട് ഹിദായത്തിന്റെ ഈമാന്റെ പ്രകാശം നമുക്ക് ലഭിച്ചു. നമ്മുടെ കാര്യങ്ങൾ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി നമ്മുടെ നാടുകൾ തിരിച്ചു വന്ന് നമ്മുടെ നാടിന്റെ ചുറ്റുപാടും അതുപോലെ നമ്മൾ ആക്കി തീർക്കണം. एक हिजरत का काम है, अल्लाह के रास्ते में चलकर मेहनत करने का काम है. एक नुसरत का काम है, अपने मुकाम पर रहकर काम करने का है. ഒന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ടുള്ള ഹിജ്റത്തിന്റെ പരിശ്രമമാണ്, പുറപ്പെട്ടുള്ള പരിശ്രമമാണ്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ നിന്നും തിരിച്ചു വന്ന് നാട്ടിൽ ചെയ്യേണ്ട പരിശ്രമമാണ്. जो कुछ कमाया है उसकी हिफाजत है. നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ട് എന്തെല്ലാം സമ്പാദിച്ചോ അത് നമ്മൾ തിരിച്ചു വന്ന് സൂക്ഷ്മതയോടുകൂടി സൂക്ഷിച്ചു വെക്കണം. 4 महीने अल्लाह से होने को कहा, ईमान की कैफियत बदल गई. 4 മാസം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കരഞ്ഞു, നമ്മുടെ ഈമാന്റെ അവസ്ഥ തന്നെ മാറിപ്പോയി. वो कैफियत को बाकी रखना है. ആ അവസ്ഥ നമ്മൾ ബാക്കിയാക്കണം. हदीस में आता है, जिसका मफ़हूम फरमाया, ईमान बढ़ता भी है और घटता भी है. ഹദീസിലുണ്ട് ഈമാൻ കൂടും അത് കുറയും.
ईमान कब बढ़ेगा? ഈമാൻ എപ്പോഴാണ് കൂടുക? ईमान का माहौल हो, ഈമാന്റെ മാഹോൽ ചുറ്റുപാടുണ്ടാകുമ്പോൾ, ईमान की बातें बोली जाए, ഈമാന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ईमान की बातें सुनी जाए, ഈമാന്റെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, उसके बारे में गौर फिक्र किया जाए। ഈമാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, मेरे भाइयों दोस्तों, जब ईमान बढ़ेगा, पानी मिलेगा, वो ईमान बढ़ेगा। ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. अगर नहीं तो फिर ईमान जो है दोस्तों घटता चले जाएगा। ഇങ്ങനെ പരിശ്രമങ്ങൾ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ഈമാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. सैकड़ों हजारों दोस्तों जो है के लोगों को आप देखेंगे, मुसलमान था और बता के हाँ सब दूसरे मजहब में चले गया। ആയിരക്കണക്കിന് മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും, പരിശ്രമം ചെയ്യാത്തതിന്റെ പേരിൽ അവരുടെ ഹൃദയങ്ങളിൽ നിന്നും ഈമാൻ ഊരപ്പെട്ടവർ വേറെ അവസ്ഥകളിലേക്ക്, മോഷ്തരങ്ങളിലേക്ക് മാറിപ്പോയി. इसलिए को कुफ्र के माहौल में था, अल्लाह की नाफरमानी के माहौल में था, शराब के माहौल में था, गंदगी में था दोस्तों, जब तक ईमान गंवा दिया। കാരണം എന്തെന്ന് വെച്ചാൽ അവർ തിന്മയുടെ, കുഫറിന്റെ, അന്ധകാരത്തിന്റെ, മോശത്തരത്തിന്റെ ചുറ്റുപാടുകളിലായിരുന്നു. ഈമാനെ പരിശ്രമം ചെയ്യാത്തത് കാരണം ഹൃദയങ്ങളിൽ നിന്നും ഈമാൻ ഊരിപ്പോയി മോശപ്പെട്ട അവസ്ഥയിലായി. एक अल्लाह रब्बुल इज्जत ने एक आसान तरीका दोस्तों जो है कि दावत के नाम से निकाला है, चलाया है। उसके जरिए से ईमान, वो मेहनत में हम लोग लगेंगे, वो अमाल में हम लोग लगे रहेंगे, मुकामी एतबार से इंशाअल्लाह ईमान बाकी रहेगा और बढ़ता रहेगा। സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു എളുപ്പത്തിലുള്ള ഒരു പരിശ്രമം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ പരിശ്രമം അല്ലാഹു ലോകം മുഴുവൻ അല്ലാഹു സംവിധാനിച്ചിരിക്കുകയാണ്. നമ്മൾ ആ പരിശ്രമത്തിന്റെ വഴിയിൽ നമ്മൾ ചേർന്ന് പരിശ്രമിച്ചാൽ നമ്മുടെ ഈമാനും സുരക്ഷിതമായി തീരും. रोजाना इसके लिए कुछ वक्त निकाले हम, അതുകൊണ്ട് നമ്മൾ ദിനേന കുറച്ച് സമയങ്ങൾ മാറ്റിവെക്കണം. मेरे भाई दोस्तों, हमारा माहौल, हमारा माशरा, हमारा बिजनेस, हमारे धंधे हम लोगों को इजाजत नहीं देते। നമ്മുടെ കച്ചവടം, നമ്മുടെ ഏർപ്പാടുകൾ, നമ്മുടെ കൃഷികൾ, ജോലികൾ നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്നതിനോടൊപ്പം നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ പരിശ്രമം ചെയ്യാൻ അല്പ സമയം മാറ്റിവെക്കണം. देखा गया वो दलदल की तरह है, दलदल वो मिट्टी हो जाती ना, अब आदमी फंसता चले जाता है। നമ്മൾ ആ പരിശ്രമം ചെയ്ത് നമ്മൾ ഉയർന്നുകൊണ്ടേയിരിക്കും. और उसी हालत में मर गया, वो बोलते दुनिया बकते बकते हाँ सब दुनिया सोचते दुनिया से चले गया। നമ്മൾ ദുനിയാവിന്റെ പരിശ്രമങ്ങൾ ചെയ്ത് ദുനിയാവിൽ നമ്മൾ ആകെ ചെളിയിൽ പൂണ്ട് കിടക്കുന്നത് പോലെ നമ്മൾ പൂണ്ട് കിടന്ന അവസാനം ദുനിയാവിനെ കുറിച്ച് പറഞ്ഞ് ചിന്തിച്ച അവസാനം ദുനിയാവിന്റെ അവസ്ഥയിൽ നിന്ന് മരണപ്പെട്ടു പോയി. आप देखे होंगे कि भाई हाँ साहब, एक आदमी का किस्सा जो है बता के लिखते हैं, मुंबई में एक आदमी था, जापान जर्मन चार आने इस तरह बिकाता था, रोजाना उसकी बोली होती थी। वो ഒരാളിങ്ങനെ ഒരു വ്യക്തി, അദ്ദേഹം ജപ്പാൻ ജർമ്മൻ ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ, കച്ചവടത്തെ കുറിച്ച് ഇങ്ങനെ നിരന്തരമായി പറയുന്ന ഒരാളുണ്ടായിരുന്നു. उसका आखिरी वक्त आया, അയാളുടെ അവസാന മരണസമയം അടുത്തു. वहां जाके कलमे की तलखीन दी, അയാൾക്ക് കലിമ പറഞ്ഞു കൊടുത്തു. वो कलमा बोल नहीं रहा है, അയാൾ കലിമ പറയാൻ കഴിയുന്നില്ല. और किसी ने आके जापान जर्मन चार आने कहा तो इंतकाल हो गया। അയാൾ ജപ്പാൻ ജർമ്മൻ എന്ന് പറഞ്ഞാണ് അയാളുടെ മരണം വന്നത്. इतना गंभीर दोस्तों जो है का खराब माहौल है, കാരണം ഇന്നത്തെ ചുറ്റുപാട് അത്രത്തോളം മോശമാണ്. उसमें हम लोगों को वक्त निकालना है। ഈ മോശമായ ചുറ്റുപാടും നമ്മൾ സമയങ്ങളൊന്ന് മാറ്റിവെക്കണം. हमारे ऊपर रहम खाकर निकालना है। നമ്മൾ നമ്മുടെ സ്വന്തത്തോടൊന്ന് കരുണ കാണിക്കണം. तबलीग में जाने किसी के ऊपर एहसान करने के लिए नहीं, അള്ളാഹുവിന്റെ ദീന്റെ വഴിയിൽ, തബ്ലീഗിന്റെ വഴിയിൽ പുറപ്പെടൽ നമ്മൾ കാണിക്കുന്ന വലിയ ഔദാര്യമൊന്നുമല്ല. जैसे खबर में रखा जाएगा सवाल होगा, നമ്മൾ ഖബർ വെക്കപ്പെട്ടാൽ ആദ്യമായി ചോദ്യമുണ്ടാകും, रब कौन है, നിന്റെ റബ്ബാരാണ്. और हुजूर के बारे में सवाल होगा, ये बता ये कौन है। നിബിധങ്ങളെ കുറിച്ച് ചോദ്യമുണ്ടാകും, ഈ വ്യക്തി ഇദ്ദേഹം ആരാണ്. और दीन के बारे में पूछा जाएगा, ദീനെ കുറിച്ച് ചോദ്യമുണ്ടാകും. अगर दुनिया में दोस्तों दीन पर चल रहा है और अल्लाह रसूल की बात कह रहा है और जुबान पर इसके जो है बता के हाँ साहब बता के जो है ये चीजें हैं, तो फिर आसानी के साथ कहेगा मेरा रब अल्लाह है, ये मेरा हबीब अलैहिस्सलाम है, मेरा दीन इस्लाम है। ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും പിൻപറ്റി പൂർണ്ണമായ ദീനനുസരിച്ച് ജീവിച്ച മനുഷ്യന് നാളെ ഖബറിൽ വളരെ എളുപ്പത്തോടു കൂടി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും. उसके लिए दोस्तों एक माहौल कायम होगा, അതിനുവേണ്ടി നമ്മളൊരു ചുറ്റുപാട്, ഒരു മാഹോൽ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. रोजाना हम जो है बता के कुछ वक्त निकाले इसके लिए, നമ്മൾ ദിനേന അതിനുവേണ്ടി കുറച്ച് സമയങ്ങൾ മാറ്റിവെക്കണം. अरे सर से
लेकर पैर तक अल्लाह ने नेमतें दी। അള്ളാഹു തല മുതൽ കാല് വരെ അള്ളാഹു എന്തെല്ലാം നിയമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട്. कोई आदमी माँ के पेट से आया तो हीरे जवाहर लेके नहीं आया। മാതാവിന്റെ വയറ്റിൽ നിന്നും ആരും വന്നത് സമ്പത്തോ അല്ലെങ്കിൽ രത്നങ്ങളോ മുത്തുകളായിട്ടല്ല. जो कुछ किया है अल्लाह ने दिया है। എന്തെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എല്ലാം അള്ളാഹു തന്നതാണ്. उस खालिक और मालिक के लिए, वो दीन के लिए हमने क्या किया? അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത്? अब दीन हम लोग बना के जाएंगे, फिर आखिरत में हमारे जब के दर्जे बुलंद होंगे, अल्लाह जन्नत देंगे दोस्तों, हमेशा की जब की नियामतें मिलेंगे, पूरे मिलेंगे और हमेशा की कामयाबी होगी वहाँ। ഈ ദീൻ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി അനുസരിച്ചാൽ നാളെ ആഖിറത്തിൽ പരിപൂർണമായ വിജയമായിരിക്കും. അവിടെ സമാധാനം ഉണ്ടാകും, രക്ഷ ഉണ്ടാകും, സ്വർഗം അല്ലാഹു നൽകും, ഹൂർലിങ്ങളെ അല്ലാഹു നൽകും. നാളെ പരിപൂർണമായ വിജയത്തിലായിരിക്കും നമ്മൾ. नहीं तो उनके आंसू रोएगा, कोई पूछने वाला नहीं होगा। അല്ലെങ്കിൽ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ നമ്മൾ കരഞ്ഞ് കരഞ്ഞ് നമ്മുടെ കണ്ണിൽ നിന്നും രക്തങ്ങൾ വരാൻ തുടങ്ങും. പക്ഷെ ചോദിക്കാൻ ആരുണ്ടാകൂല. उसके लिए बताते हैं कि एहतमाम से 5 वक्त नमाज अपने मस्जिदों में पढ़े। അതുകൊണ്ട് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി 5 വക്ത് നമസ്കാരം നമ്മുടെ പള്ളിയിൽ വന്ന് കൃത്യനിഷ്ഠമായി നമസ്കരിക്കണം. माशाल्लाह हर मस्जिद में तालीम का इंतजाम है, किताब पढ़ी जाती है, फजाइल आमाल, फजाइल सदक़ात, मुंतखब, ये तीनों किताबें पढ़ी जाती हैं। थोड़ी देर 5 मिनट 10 मिनट अपना वक्त फारिग करके हम गौर से सुने कि क्या बता रहे हैं हमारे आका सरकार दो आलम सल्लम। ഓരോ പള്ളിയിലും താലീമിന്റെ കിതാബുകൾ വായിക്കപ്പെടുന്നുണ്ട്. ഫളായിലെ അമാൽ, ഫളായിലെ സദഖാത്ത്, മുൻതഖബ് ഹദീസ്. നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ച് നമ്മൾ ആ ഹദീസുകൾ കേൾക്കണം. അള്ളാഹുവിന്റെ റസൂലും എന്താണ് പറയുന്നത്, എന്താണ് നമ്മളോട് അറിയിക്കുന്നത്, അത് കേൾക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം. दुनिया का नफा नुकसान हमें मालूम है, दीन का नफा नुकसान मालूम नहीं। ദുനിയാവിന്റെ നഷ്ടങ്ങളും ലാഭങ്ങളും നമുക്കറിയാം, പക്ഷേ ദീനിന്റെ നഷ്ടങ്ങളും ലാഭങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. दुनिया की चीजों की कीमत मालूम है, अमाल की कीमत मालूम नहीं है। ദുനിയാവിന്റെ വസ്തുക്കളുടെ വില നമുക്കറിയാം, പക്ഷേ അമലുകളുടെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. दुनिया की चीजों की फजीलत मालूम है, अमाल की फजीलत मालूम नहीं है। ദുനിയാവിന്റെ വസ്തുക്കളുടെ മഹത്വം നമുക്കറിയാം, പക്ഷേ അമലുകളുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. इसके लिए मेरे दोस्तों तालीम में बैठना है। അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും താലീമിൽ വളരെ ഉറച്ചിരിക്കണം. कोई बैठे ना बैठे, मेरा काम है, मुझे बैठना है। जो कुछ सरकार दो आलम सल्लम फरमाए हैं उसे सुनना है, उसको अपनी जिंदगी में लाना है। ആരിക്കട്ടെ ഇരിക്കാതിരിക്കട്ടെ, ഞാൻ എന്തായാലും നിർബന്ധമായിട്ടും താലീമിന്റെ സദസ്സിൽ ഇരിക്കും. താലീം ശ്രദ്ധയോടുകൂടി കേൾക്കും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ പൂർണ്ണമായി കൊണ്ടുവരും. बैठेंगे भाई इंशाअल्लाह। എല്ലാവരും ഇരിക്കൂല ഇൻഷാ അല്ലാഹ്. कौन कौन ആരൊക്കെ ഇരിക്കും? पीछे वाला समझ में नहीं आ रहा है अभी। പുറകിലുള്ള ആളുകൾ കൈപൊക്കുന്നത് കാണുന്നില്ലല്ലോ. हाथ उठे नहीं अभी। എല്ലാവരും കൈപൊക്കോളി. हाँ, मेरी आखिरत बनाने के लिए ഇതെന്റെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. इससे कोई दूसरों का एहसान नहीं है। ഇത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഉപകാരങ്ങളല്ല. मेरी आखिरत इससे बनेगी। എന്റെ ആഖിറത്ത് രക്ഷപ്പെടാനുള്ള വഴിയാണ്. मेरे खबर का मसला इसमें रखा है अल्लाह ने। എന്റെ ഖബറിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇതിലാണ് വെച്ചിട്ടുള്ളത്. अल्लाह के सामने खड़े होना है, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കണം. सवाल जवाब का मसला है, നാളെ ചോദ്യങ്ങളുടെ അതിനുള്ള മറുപടി പറയണം. उसका हल इसमें है। ഇതിനുള്ള പരിഹാരം ഇതിലാണ്. एहतमाम से बैठकर सुने। വളരെ പ്രാധാന്യത്തോടു കൂടി ഇരുന്ന് നമ്മൾ താലീം കേൾക്കണം. उसके बाद मस्जिद में जो है कुछ लोग बैठते हैं, मस्जिद की जमात कहते हैं उसे, वो बैठकर उसका फिक्र करते हैं। അതിനുശേഷം താലീമിന്റെ മജ്ലിസിന് ശേഷം പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടി മസ്ജിദ് വാറിന്റെ ജമാഅത്തിൽ നമ്മൾ ഇരിക്കണം. मस्जिद की जमात में क्या फिक्र होता है? മസ്ജിദിന്റെ ആ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജമാഅത്തിൽ എന്താണ് നമ്മൾ ആലോചിക്കുന്നത്? कोई इमाम मौजन के बारे में नहीं सोचते, ഇമാമിനെ കുറിച്ച് മുഅദ്ദിനെ കുറിച്ചല്ല ആലോചിക്കുന്നത്. आज की ताजा अखबार के बारे में नहीं सोचते, ഇന്ന് വന്ന വാർത്തകളെ കുറിച്ചല്ല ആലോചിക്കുന്നത്. कोई हालात हाजिरा के बारे में नहीं सोचते। ഇന്നത്തെ പ്രശ്നങ്ങളെ കുറിച്ചല്ല ആലോചിക്കുന്നത്. हम जिस महल्ले में रहे, നമ്മൾ ഏതൊരു നാട്ടിലാണോ उस താമസിക്കുന്നത്, महल्ले के पूरे मर्द मेरे भाई दोस्तों मस्जिद को आने वाले बने। ആ നാട്ടിലെ മുഴുവൻ ആണുങ്ങളും അവർ പള്ളിയിലേക്ക് എത്തണം. उनका ताल्लुक मस्जिद से हो जाए, അവരുടെ ബന്ധം പള്ളിയുമായിട്ടാകണം. उनके अंदर हजरत रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के तरीके आ जाए, അവരുടെ ജീവിതത്തിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി വരണം. उनकी दुनिया और आखिरत बने। അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം. मेरे भाई दोस्तों इसका फिक्र होता है। ഇതിനെക്കുറിച്ചുള്ള ഫിക്റാണ് നമ്മൾ ചെയ്യുന്നത്. हजरत रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम का यही फिक्र था। തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിക്റായിരുന്നു. एक बार सरकार दो आलम सल्लल्लाहु अलैहि वसल्लम को अल्लाह से हुक्म हुआ, देखो मस्जिद के कोने में कुछ लोग बैठे हैं, उनके पास जाके बैठो। ഒരു പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അറിയിച്ചു കൊടുത്തു. ആ മസ്ജിദിന്റെ അല്ലാഹു കൽപ്പിച്ചു, മസ്ജിദിന്റെ ഒരു മൂലയിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്, തങ്ങൾ അവരെ കൂട്ടത്തിൽ പോയി ഇരിക്കണമെന്ന്. वहां जाके देखे कुछ लोग बैठे हुए थे।
തങ്ങൾ ചെന്ന് നോക്കുമ്പോൾ കുറച്ചാൾ അവിടെ ഇരിക്കുന്നുണ്ട്. और उनको पूछा तुम क्या कर रहे थे? തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? अल्लाह या रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम हम क्या करेंगे? आपने जो बताया अल्लाह के बारे में गौर कर रहे हैं. हाँ साहब देखिए, अल्लाह ने ईमान दिया, इस्लाम जैसी दौलत दिया, इसके बारे में गौर फिक्र कर रहे हैं हम. അവർ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചും അള്ളാഹുവിന്റെ ചിന്തയിലും അള്ളാഹു ഞങ്ങൾക്ക് തന്ന ഈമാനാകുന്ന നിഅമത്തിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. और फिर पूछा सरकारी दो आम साहब ने, क्या कसम खुदा की यही कर रहे थे? തങ്ങൾ വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങൾ ഇത് തന്നെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. उन्होंने कहा कि यही कर रहे थे. അവര് പറഞ്ഞു, ഞങ്ങൾ അത് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. फिर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने फरमाया, मैं कसम कोई बदगुमानी की वजह से नहीं दिया. തങ്ങൾ ചോദിച്ചു, ഞാൻ നിങ്ങളോട് സത്യം ചെയ്ത് ചോദിച്ചത് എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിലല്ല. मुझे अल्लाह का हुक्म हुआ है तुम्हारे साथ जाके बैठने. എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൽപ്പന വന്നു, എന്നോട് അള്ളാഹു കൽപ്പിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ വേണ്ടി. कितना बड़ा जो है दोस्तों काम है, कितनी बड़ी फिक्र है कि ईमान के बारे में, आखिरत के बारे में, अल्लाह की नेमतों के बारे में गौर और फिक्र करना कितनी बड़ी नेमत है. അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുക, അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് ആലോചിക്കുക, ഈമാനെ കുറിച്ച് ആലോചിക്കുക എന്നത് എത്ര വലിയ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. मस्जिद की जमात में यही होता है. മസ്ജിദിന്റെ ജമാഅത്തിൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. एक एक हमारे महल्ले का एक एक फर्द उसका ताल्लुक मस्जिद से हो जाए. നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തികളുടെയും ബന്ധം മസ്ജിദുമായിട്ടാകണം. मस्जिद से नहीं बल्कि अल्लाह से हो. മസ്ജിദുമായിട്ട് ബന്ധമുണ്ടാകുന്നതിലൂടെ അവർക്ക് അള്ളാഹുമായുള്ള ശരിയായ ബന്ധമുണ്ടാകണം. मस्जिद अल्लाह का घर है. മസ്ജിദ് അള്ളാഹുവിന്റെ വീടാണ്. हर एक का ताल्लुक अल्लाह से हो जाए. ഓരോരുത്തരുടെയും ബന്ധം അള്ളാഹുമായിട്ടാകണം. अपने मसलों को अल्लाह के सामने रखने वाला बने. ഓരോരുത്തരും അവരുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ വെക്കുന്നവരാകണം. अजमत और बड़ाई को वहां से लेके जाए. അള്ളാഹുവിന്റെ വലിപ്പവും മഹത്വവും അവർ പള്ളിയിൽ നിന്നും മനസ്സിലാക്കി പോകണം. अल्लाह की रहमतों को मस्जिद से लेके जाए. അള്ളാഹുവിന്റെ റഹ്മത്തിനെ പള്ളിയിൽ നിന്നും എടുത്തിട്ട് मेरे പോകുന്നവരാകണം. बात दोस्तों, रहमतें दुनिया में नहीं मिलती. റഹ്മത്ത് നിന്ന് ദുനിയാവിന്റെ പള്ളിയുടെ പുറത്തല്ല കിട്ടുന്നത്. आप मस्जिद को आ रहे हैं, वहाँ एक दुआ लिखी हुई है. മസ്ജിദിൽ നമ്മൾ കയറുമ്പോൾ ഒരു ദുആ എഴുതിയിട്ടുണ്ടാവും മസ്ജിദിന്റെ മുമ്പിൽ. मस्जिद में दाखिले की दुआ है वो. മസ്ജിദിൽ കയറുമ്പോൾ നമ്മൾ ചെല്ലേണ്ട ദുആയാണത്. क्या है वो? ആ ദുആ എന്താണ്? बोलो भाई, क्या मतलब उसका? कुछ उलमा से. അതിന്റെ അർത്ഥം എന്താ? ഉലമാക്കളോട് ചോദിച്ചു മനസ്സിലാക്കണം. ए अल्लाह, मैं तेरे घर को आया हूँ, रहमत के दरवाजों को खोल दे. അള്ളാഹു, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്, എനിക്ക് റഹ്മത്തിന്റെ വാതിൽ നീ തുറന്നു തരണം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. तो मस्जिद को क्यों आ रहा है? നമ്മൾ മസ്ജിദിലേക്ക് എന്തിനാണ് വരുന്നത്? अल्लाह की रहमतों को लेने के लिए. അള്ളാഹുവിന്റെ റഹ്മത്ത് എടുക്കാൻ വേണ്ടി വരികയാണ്. दुनिया में जहमतें हैं, ദുനിയാവിൽ അള്ളാഹുവിന്റെ റഹ്മത്തല്ല, ദുനിയാവിന്റെ അള്ളാഹുവിന്റെ ശിക്ഷകളാണ്. दुनिया में परेशानियां हैं, ദുനിയാവിൽ പ്രയാസങ്ങളാണ്. दुनिया में मुसीबतें हैं, ദുനിയാവിൽ മുസീബത്തുകളും കുഴപ്പങ്ങളുമാണ്. जंग व जिदाल है, ദുനിയാവിൽ തർക്കങ്ങളാണ്. खतर व गारतगिरी है, ദുനിയാവിൽ അക്രമങ്ങളും അനീതികളുമാണ്. झूठ और नाइंसाफी है. ദുനിയാവിൽ നുണയും അതുപോലെ തന്നെ നീതികേടുമാണ്. मेरे बाप दोस्तों, यहाँ अल्लाह की रहमतें हैं. ഈ പള്ളിയിൽ അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട്. अब ये रहमतों को लेके आदमी कहाँ जाएगा? ഈ അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി നമ്മൾ വന്ന് എന്ത് ചെയ്യണം? कोई आदमी घर को जाएगा, कोई कारोबार को जाएगा, कोई दुकान को जाएगा, कोई जॉब पे जाएगा, तो क्या लेके जा रहा है? अल्लाह की रहमतों को लेके जा रहा है. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്നും വന്ന് പള്ളിയിലേക്ക് വന്ന് റഹ്മത്തുമായി വീട്ടിലേക്ക് പോകുകയാണ്, കച്ചവടത്തിലേക്ക് പോകുകയാണ്, അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തുമായിട്ടാണ് പോകുന്നത്. हमारी खेत में रहमतें आ गई, दुकान में रहमतें आई, जॉब में रहमतें आई, घर में रहमतें आई. तो मेरे भाई दोस्तों, जहाँ अल्लाह की रहमतें होगी वहाँ इत्मीनान, चैन, सुकून होगा. നമ്മുടെ കൃഷിയിടത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തായി, നമ്മുടെ വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തായി, നമ്മുടെ കച്ചവടത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തായി, നമ്മുടെ ജോലിയിൽ അള്ളാഹുവിന്റെ റഹ്മത്തായി, എവിടെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകുമോ അവിടെ സമാധാനവും സൗഖ്യവും അവിടെ ഉണ്ടാകും. एक साहबी आए, ഒരു സഹാബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम बैठे हुए थे. തങ്ങൾ പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. दुआ कर, नमाज पढ़ के दुआ करके चले गए. അദ്ദേഹം നമസ്കരിച്ച് ദുആ ചെയ്ത് അദ്ദേഹം എഴുന്നേറ്റ് പോയി. तो साहबा बैठे हुए थे. സഹാബാക്കൾ തങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. तो साहबा से पूछा, ये आदमी क्या मांग के गया? തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, ഇദ്ദേഹം എന്താണ് ദുആ ചെയ്തത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. मालूम है क्या मांग के गया? ഇദ്ദേഹം എന്താണ് ചോദിച്ചത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. अल्लाह का निजाम होता है, അള്ളാഹുവിന്റെ ക്രമീകരണമാണ്. अल्लाह इल्हाम फरमाते हैं ऐसी चीजों को, അള്ളാഹു ഇത് വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ताकि अपने नबी के जरिए से लोगों को हिदायत मिले, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ജനങ്ങൾക്ക് ഹിദായത്ത് കിട്ടണം, नसीहत मिले. ജനങ്ങൾക്ക് ഉപദേശങ്ങൾ കിട്ടണം. और साहबा ने कहा, हमें क्या मालूम, अल्लाह जाने, अल्लाह का रसूल जाने. സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തറിയാം, അള്ളാഹുവിനെ അറിയാം, അള്ളാഹുവിന്റെ റസൂലിനെ അറിയാം. हुजूर सल्लल्लाहु अलैहि वसल्लम ने फरमाया, ये आदमी अपने घर के लिए नमक मांग के गया है. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉപ്പില്ല, ആ ഉപ്പിന് വേണ്ടി ദുആ ചെയ്തിട്ടാണ് പോയതെന്ന് പറഞ്ഞു. बोलो भाई, नमक मंडी है, दुकान है,
दिनसी का दुकान है, क्या है वो? मेरे भाव दोस्तों, नमक लेंगे दुकान से, लेकिन मांगा गया कहां से? अल्लाह से। इसलिए कि जरूरत पूरा करने वाले अल्लाह हैं। സഹോദരന്മാരെ, നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കണം. ഉപ്പ് ചോദിക്കുന്നത്, അത് മേടിക്കുന്നത് കടയിൽ നിന്നാണ്, അങ്ങാടിയിൽ നിന്നാണ്, കമ്പോളത്തിൽ നിന്നാണ്. പക്ഷെ അത് ചോദിക്കാനുള്ള സ്ഥലം മസ്ജിദാണ്. മസ്ജിദിൽ നമ്മൾ ചോദിച്ചിട്ട് പോകണം. तो मेरे भाई दोस्तों, इसके लिए मस्जिद की जमात है। അതിനാണ് മസ്ജിദിന്റെ ജമാഅത്ത്. अब ये मेहनत हो रही है कि जमातों को जब तक मस्जिद में जब तक घंटा आधा घंटा अपने वक्त के एतबार से अब तक बैठें और बता के अपने कुरान को दुरुस्त करें, अपने तजवीद को दुरुस्त करें, मसाइल मालूम करें, अपनी नमाज कितने मसाइल हम लोगों को मालूम है, सुन्नतें क्या है, वाजिबात क्या है, फराइज क्या है। दोस्तों, नहीं गाड़ी चल रही है, हम चला रहे हैं, लेकिन कभी हमने मौलवी साहब के सामने, मुफ्ती साहब के सामने बैठकर अपनी नमाजों की दुरुस्त के बारे में सोचा नहीं। അതുകൊണ്ട് പള്ളിയിൽ നമ്മൾ ഇരുന്ന് ഖുർആനും ഹദീസും നമ്മൾ പഠിക്കണം, മസ്അലകൾ പഠിക്കണം, സുന്നത്തിനെ കുറിച്ച് പഠിക്കണം, വാജിബാത്തിനെ കുറിച്ച് പഠിക്കണം. നമുക്ക് എന്തെല്ലാം അറിയാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് വരെ നമ്മുടെ പള്ളിയിലെ ഇമാമുമായിട്ടോ ആലിമീങ്ങളുമായിട്ടോ നമ്മൾ ഈ കാര്യങ്ങളൊന്നും പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ല. कभी सर में दर्द होता है तो फौरन डॉक्टर के पास जाता है, തലവേദന വന്ന് വേഗം ഡോക്ടറെ അടുത്തേക്ക് ഓടും. कोई चीज है आगे पीछे हो जाती तो फौरन भागता है। നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രശ്നമായി നമ്മൾ വേഗം അത് പരിഹരിക്കാനുള്ള വസ്തുക്കളിലേക്ക് തിരിയും. നമ്മൾ उसके लिए स्कैनिंग ले रहा है, उसके लिए एक्सरे ले रहा है, और क्या क्या मट्टी पक रहा है। നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു? ചിലർ തലവേദന വന്നു, അസുഖം വന്നു, അതിന്റെ സ്കാനിങ് എടുക്കണം, എക്സ്റേ എടുക്കണം. നമ്മൾ വസ്തുക്കളിലേക്ക് നമ്മൾ തിരിയാണ്. कभी हमने अपनी नमाज की स्कैनिंग कराई? നമ്മൾ ഇന്നേ വരെ നമ്മളെ നമസ്കാരങ്ങളൊന്ന് സ്കാനിങ് ചെയ്തിട്ടുണ്ടോ ചോദിക്കുകയാണ്. कभी हमने मुफ्ती साहब से पूछा कि क्या हमारी नमाज दुरुस्त है नहीं है? നമ്മൾ ഇന്നേ വരെ നമ്മളെ മുഫ്തി സാഹിബിനോട് ചോദിച്ചിട്ടുണ്ട് നമസ്കാരം ശരിയാണോ അല്ലയോ എന്ന്. अल्लाह हम सबकी हिफाजत फरमाए, कल मुंह पर माकर फेंक दी जाएंगी नमाजें। അള്ളാഹു നമ്മൾ എല്ലാവരെയും കാക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരം മോശമായ അവസ്ഥയിലാണെങ്കിൽ ആ നമസ്കാരം നമ്മുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയപ്പെടും. वरना नमाज एक ऐसी चीज है, नमाज जब जिंदगी में आएगी फहश चीजें निकल जाएंगे। इन्ना सलात तन्हा अनिल फहशाई वल मुनकर। നമസ്കാരം എത്ര വലിയ കാര്യമാണ്. നമ്മൾ ശരിയായ നമസ്കാരക്കാരായി മാറിയാൽ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ ദുർഗുണങ്ങളും മുഴുവൻ മോശത്തരങ്ങളും മുഴുവൻ തിന്മകളും ഇല്ലാതായി തീരും. ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ. हज़रत सहाबा कराम अपने मसाइल को उठा के रखते थे, नमाज के बाद दुआ कबूल होती थी, नमाज के बाद दुआएं करते थे। സഹാബാക്കൾ അവരുടെ ആവശ്യങ്ങളെ നമസ്കാരത്തിലേക്ക് ഭിന്നിപ്പിക്കുമായിരുന്നു. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം സഹാബാക്കൾ അവരുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു പഠിക്കുമായിരുന്നു. 20 साल से 30 साल से हम नमाज पढ़ रहे हैं, कोई मसला हल नहीं हो रहा है। നമ്മുടെ 20 വർഷമായി 30 വർഷമായി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല. क्यों? इसलिए कि नमाज वो सत्य की नहीं है। എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല? നമ്മുടെ നമസ്കാരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലായിട്ടില്ല. कल हुज्जत बने वो सत्य की नहीं है। നമസ്കാരം നാളെ നമുക്കൊരു തെളിവായി മാറണം, പക്ഷേ നമ്മുടെ നമസ്കാരങ്ങൾ ആ രീതിയിലായിട്ടില്ല. इसलिए मस्जिद की आबादी की मेहनत है, उलमा को भी दावत दी जा रही है, उलमा के से ये दरख्वास्त की जा रही है कि उलमा भी जो है थोड़ा वक्त निकालें, उनके साथ बैठे, आवाम का जब तक देखें इसके मसाइल क्या हैं, कारोबार के क्या मसाइल हैं, शादी ब्याह के क्या मसाइल हैं, घरेलू क्या मसाइल हैं, हम मालूम करके जिंदगी गुजारें। ഇതിനാണ് മസ്ജിദ് ആബാദി മെഹനത്ത്. ഉലമാക്കളോട് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഉലമാക്കളോടുമുള്ള അപേക്ഷ, നമ്മൾ പള്ളിയിൽ വന്ന് സാധാരണക്കാരെ കൂട്ടത്തിൽ സമയം നമ്മൾ കൊടുക്കണം. അവരുടെ നമസ്കാരം ശരിയാക്കാനും കച്ചവടങ്ങൾ ശരിയാക്കാനും അവരുടെ ജീവിത രീതികൾ പഠിക്കാനും അതുമായി മസ്ജിദ് ആബാദി മെഹനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങൾ അമലുകൾ നന്നാക്കി തീർക്കാൻ നമുക്ക് കഴിയും. हज़रत उमर के ज़माने में एक आदमी बाजार में दुकान लगा। ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഒരാള് അങ്ങാടിയിൽ ഒരു കട തുടങ്ങി. वहाँ ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ കട അടച്ചിട്ട് പള്ളിയിൽ പോന്ന് പറഞ്ഞു. मस्जिद, हाँ मेरे भाव दोस्तों, एक ऐसी मुबारक और पाकीज़ा जगह है जिसमें जिंदगी के तमाम मसाइल सिखाए जाते थे। മസ്ജിദ് ഇത്രത്തോളം പരിശുദ്ധമായ സ്ഥലമാണ്. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെ കുറിച്ചും ആ മസ്ജിദ് നമുക്ക് പഠിച്ചു മനസ്സിലാക്കാൻ കഴിയും. एक बार एक यहूदी मस्जिद के सामने जा रहा था। ഒരു യഹൂദി പള്ളിയുടെ മുമ്പിലൂടെ നടന്നു പോവുകയായിരുന്നു. एक साहबी बैठे हुए थे। ഒരു സഹാബി പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. उसने पूछा, आज तुम्हारे यहाँ क्या प्रोग्राम हो रहा है? ആ സഹാബി ചോദിച്ചു, ഇന്ന് നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? उन्होंने कहा कि हमारे आज इस्तंजा करने का तरीका बता रहे हैं। इस्तंजा टॉयलेट। അദ്ദേഹം പറഞ്ഞു, ഞാൻ ടോയ്ലറ്റിലേക്ക് പോകാണെന്ന് പറഞ്ഞു. मेरे भाई दोस्तों, वो यहूदी कहने लगा, तुमको इस्तंजा करना नहीं आता? ആ യഹൂദി ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോ അലി റളിയല്ലാഹു ആ സഹാബി പറഞ്ഞു, ഞങ്ങൾ ഇന്ന് ഇസ്തിഞ്ചായിന്റെ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. ये तुमको सिखाना पड़ता है?
അപ്പൊ ആ യഹൂദ് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. इन्होंने जवाब दिया, साहबी थे वो, जवाब दिया, हम जानवर की तरह नहीं करते, हमारा इस्तिंजा करने का तरीका होता है. അദ്ദേഹം പറഞ്ഞു, ഈ സഹാബി മറുപടി പറഞ്ഞു, ഞങ്ങൾ മൃഗങ്ങളെ പോലെ ഞങ്ങൾ ആവശ്യങ്ങൾ പൂർത്തിയാക്കുക, ഞങ്ങൾ ആ ഇസ്തിൻജാന്റെ കാര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ചാണ് ചെയ്യാന്ന് പറഞ്ഞു. इमाम अब्दुल खादर जीलानी रहमतुल्लाहि अलैह, अब्दुल खादर जीलानी अपने किताब में लिखे हैं 32 आदाब हैं इस्तिंजा में. അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നുണ്ട്, ഏകദേശം 32ഓളം ആദാബുകളുണ്ട് ഇസ്തിൻജാന്റെ. मेरे भाई दोस्तों, एक आदमी आदाब की रियायत कर इस्तिंजा करेगा, उसके ऊपर उसे जन्नत मिलेगी. ആര് ഈ ആദാബുകളെ പരിഗണിച്ചതിനെ സൂക്ഷിച്ച് അവന്റെ മലമൂത്ര വിസർജനങ്ങളുടെ ആവശ്യം പൂർത്തിയാക്കുന്നോ അവനക്ക് അല്ലാഹു സ്വർഗം കൊടുക്കും. इसलिए उम्मत को रुजू किया जा रहा है, मस्जिद में आए, അതുകൊണ്ട് ഉമ്മത്തിനെ വീണ്ടും പള്ളിയിലേക്ക് മടക്കി കൊണ്ടുവരികയാണ്. दीन सीखें, ദീൻ പഠിക്കുക, कारोबार का दीन, നമ്മുടെ കച്ചവടത്തിന്റെ ദീൻ, बीवी के हुकूक का दीन, ഭാര്യയോടുള്ള കടമകളെ കുറിച്ചുള്ള ദീൻ, माँ बाप के हुकूक का दीन, മാതാപിതാക്കളുടെ കടമകളെ കുറിച്ചുള്ള ദീൻ, बच्चों की तरबियत का निजाम, നമ്മുടെ മക്കളെ പരിപാലിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, सुन्नत क्या है, शरीयत क्या है, സുന്നത്ത് എന്താണ്, ശരീഅത്ത് എന്താണ്, कारोबार धंधा कैसे करें, നമ്മുടെ കച്ചവടവും ഏർപ്പാടുകളും എങ്ങനെ ചെയ്യണം, शादी ब्याह कैसे करें. നമ്മുടെ വിവാഹം എങ്ങനെ നമ്മൾ ചെയ്യണം, मेरे भाई दोस्तों, इसको सिखाया जा रहा है. ഇതാണ് നമ്മൾ പള്ളിയിൽ പഠിക്കുന്നത്. इसके लिए रोजाना मस्जिद को वक्त देना है. അതുകൊണ്ട് ഡെയിലി ദിനേന നമ്മൾ പള്ളിക്ക് സമയം കൊടുക്കണം. कौन कौन देंगे भाई? ആരെല്ലാം പള്ളിക്ക് സമയം കൊടുക്കും? हाँ, आपको सहूलत का वक्त, जोहर में आए, जोहर में बैठो, हाँ इमाम साहब से खुशामद करो, उनको प्यार मोहब्बत से बिठाओ, उनके साथ जो है रोजाना एक मसला सीखो. महीने में 30 मसले हो गए. നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് സമയമുള്ളത്, സൗകര്യമുള്ളത്, ളുഹൂറിന് ശേഷം അസറിന് ശേഷം ഏത് സമയത്താണോ നിങ്ങൾക്ക് സമയമുള്ളത്, സൗകര്യമുള്ളത്, ആ സമയത്ത് വന്ന് നമ്മുടെ ഇമാമിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മസ്ലകൾ ചോദിച്ച് പഠിക്കണം. और रोजाना इस काम के लिए 2 घंटे देना है. ഇതിനുവേണ്ടി നമ്മൾ ദിനേന 2 മണിക്കൂർ നൽകണം. अपने महल्ले में माशाल्लाह बड़ा महल्ला है, 100 घर हैं, 200 घर हैं, महल्ले के बेदीनी दूर हो. നമ്മുടെ നാട്ടിൽ ഈ പരിശ്രമങ്ങൾ ചെയ്യാൻ 100 വീടുകളുണ്ട്, 200 വീടുകളുണ്ട്. നമ്മൾ അതിനു വേണ്ടി സമയം മാറ്റിവെച്ച് നമ്മുടെ നാട്ടിലെ ദീനില്ലായ്മ ഇല്ലാതാക്കണം. हमारे बच्चे उन बच्चों के साथ खेलते हैं, നമ്മുടെ മക്കള് കൂട്ടുകൂടുന്നത് ഏത് മക്കളുമായിട്ടാണ്? हमारे उनसे मुलाकात होती रहती है, നമ്മൾ അവരുമായിട്ട് മുലാഖാത്ത് ചെയ്തുകൊണ്ടിരിക്കണം. हमारी औरतें उनसे बात करती हैं, उनकी औरतों से बात करती हैं. നമ്മുടെ സ്ത്രീകൾ അവരുടെ സ്ത്രീകളുമായി സംസാരിക്കണം. मेरे भाई दोस्तों, दीन नहीं तो फिर रिवाजी तरीके आ जाएंगे. ദീൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ പിന്നെ നാട്ടു നടപ്പുകളും ആചാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. आज बातिल ने बहुत दोस्तों जो है बहुत ही वो क्या बोले इस अंदाज से जो है बातिल ने बताया कि बातिल तरीकों को दाखिल किया. ഇന്ന് ബാത്തിൽ അവരുടെ വലിയ വലിയ പരിശ്രമങ്ങൾ ചെയ്ത് ഓരോരുത്തരും ബാത്തിൽ ഉണ്ടാക്കി തീർക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. हमारे बच्चों की जिंदगी निकल गई, നമ്മുടെ മക്കളുടെ ജീവിതം മോശമായി പോയി. औरतें जो है दोस्तों आजाद हो गई, സ്ത്രീകൾ സ്വതന്ത്രരായി മാറി. दोस्तों शर्म हया नहीं है और प्यार मोहब्बतें नहीं है, घरों में दरार आ गया. ലജ്ജയില്ല, പരസ്പരം സ്നേഹവും ഐക്യവും ഇല്ലാതെ വീടുകളിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളുമായി. बताया जिस घर में गाना और बजाना होता है उन घरों में जो है निफाक होता है. ഏത് വീട്ടിലാണോ മ്യൂസിക് അതുപോലെ ഗാനങ്ങൾ കേൾക്കുന്നത് അവിടുത്തെ ആളുകളിൽ നിഫാഖ് ഉണ്ടാവും, കാപട്യം ഉണ്ടാകും, दिलों में दूरी पैदा हो जाती है. ഹൃദയങ്ങൾ അകലാൻ കാരണമായി തീരും. मियाँ बीवी का कितना पाकीज़ा रिश्ता है. ഭാര്യ ബന്ധം എത്ര നല്ല ബന്ധമാണ്. मेरे भाइयों बुजुर्गों दोस्तों, निकाह की आयतें उठाकर देखो कितनी जो है पाक दामनी के साथ, जब तक अल्लाह ने उसे एहतमाम से बताया है, वो जो है इतना पाकीज़ा रिश्ता दोस्तों जो है आपस में, हाँ वो आ गया दरार. अब बता के जो है कोर्ट में दोनों मुकाबले पे खड़े हैं. ഈ നിക്കാഹിന്റെ ആയത്തുകൾ നമ്മൾ ശരിക്കും പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധമായ ഒരു അവസ്ഥയുമായിട്ടാണ് ഈ കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. പക്ഷേ വീടുകളിലെ മോശത്തനങ്ങൾ കാരണം ആ ഭാര്യ ഭർത്തൃ ബന്ധം മോശമായി അവർ പരസ്പരം അകന്നു. उसे रोजाना जो है एक 2 साथियों से मुलाकात करके, अपने महल्ले से जो है मुलाकात करके उनको मस्जिद को लाने की कोशिश करना. അതുകൊണ്ട് നമ്മൾ ഓരോ വ്യക്തികളെയും ചെന്ന് മുലാഖാത്ത് കണ്ട് അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണം. ताकि पूरा महल्ला हमारा दीनदार बन जाए. നമ്മുടെ നാട്ടിൽ പൂർണ്ണമായും ദീനിയായ അവസ്ഥ ഉണ്ടാകും. मेरे भाई दोस्तों, सरकार दो आम शासन के जमाने में एक पाकीज़ा ऐसा माहौल बना था, एक इफ़्फ़त और पाकदामनी का माहौल बना हुआ था. किसी मुनाफिक की हिम्मत नहीं होती थी जमात की नमाज छोड़े. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എത്ര നല്ലൊരു ചുറ്റുപാടായിരുന്നു, എത്ര നല്ലൊരു മാഹോലായിരുന്നു. ഒരു മുനാഫിക്കിന് പോലും ഫർളായ നമസ്കാരം ജമാഅത്തോടു കൂടി മുടക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. मेरे भाई दोस्तों, वो मेहनत से बना था.
അതൊരു പരിശ്രമത്തിലൂടെയാണ് ഉണ്ടായിരുന്നത്, कुर्बानी से बना था, അതൊരു ത്യാഗത്തിലൂടെയാണ് ഉണ്ടായത്. आपस में प्यार मोहब्बतें थी, പരസ്പരം സ്നേഹവും ഐക്യവും ഉണ്ടായിരുന്നു, बड़ों का इकराम करते थे, മുതിർന്നവരെ ബഹുമാനിക്കുമായിരുന്നു, छोटों पे शफकत करते थे, ചെറിയവരോട് കരുണ एक കാണിക്കുമായിരുന്നു, दूसरे के लिए काम आते थे. ഓരോരുത്തരും പരസ്പരം സഹായിച്ചിരുന്നു. आज मेहनत के ना होने की वजह से हमारे अंदर दुश्मनियां आ गई हैं. ഇന്ന് പരിശ്രമം ഇല്ലാത്തത് കാരണം നമുക്കിടയിൽ പരസ്പരം ശത്രുത വന്നു, ये अदावतें हमारे अंदर आ गई हैं. നമ്മുടെ പരസ്പരം ശത്രുത ഉണ്ടായിത്തീർന്നു. इसलिए दोस्तों, दावत का एक काम है, जिम्मेदारी का काम है. ഈ ദാവത്തിന്റെ പരിശ്രമം ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യേണ്ട പരിശ്രമമാണ്. हुजूर अकरम सल्लल्लाहु अलैहि वसल्लम के खत्म नबूवत के सदक़े में अल्लाह ने इस उम्मत को ये जिम्मेदारी दी है. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ തങ്ങളുടെ അവസാനത്തെ നബിയാണെന്നുള്ള ആ ശ്രേഷ്ഠതയിൽ അല്ലാഹു ഈ ഉമ്മത്തിന് ഉത്തരവാദിത്തം നൽകിയിരിക്കുകയാണ്. ये सादे पानी की तरह है. ഇത് ഒഴുകുന്ന ഒരു വെള്ളം പോലെയാണ്. जब सादा पानी जमीन पर बहता है तो मुख्तलिफ किस्म के पौधे आते हैं. ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ ഭൂമിയിൽ വ്യത്യസ്തമായ വൃക്ഷങ്ങൾ, ഫലങ്ങൾ, ചെടികൾ മുളച്ചുകൊണ്ടേയിരിക്കും. मुख्तलिफ किस्म के दरख्त लगते हैं. വ്യത്യസ്തമായ വൃക്ഷങ്ങൾ, ഫലങ്ങൾ മുളച്ച് അതിൽ നിന്നും ഫലങ്ങൾ ഉണ്ടാകും. इस तरह जो है उम्मत में मुख्तलिफ जो है सलाहियत के लोग हैं, वो इंशाल्लाह अपने अपने जबरदस्त के काम निभाएंगे और इंशाल्लाह दुनिया में अमन, चैन, सुकून, इत्मीनान आएगा. ഇതിലൂടെ, ഈ പരിശ്രമം നടക്കുന്നതിലൂടെ വ്യത്യസ്തമായ കഴിവുള്ള ആളുകൾ അവർ ദീനിന്റെ പരിശ്രമം ഏറ്റെടുത്ത് ആളുകളിൽ വ്യത്യസ്തമായ തരത്തിലുള്ള ഗുണങ്ങളും കഴിവുകളും ഉണ്ടായിത്തീരും. करेंगे भाई इंशाल्लाह. എല്ലാരും ചെയ്യൂല ഇൻഷാല്ലാ. कौन कौन लगाएंगे रोजाना 2 घंटे? ആരൊക്കെ മസ്ജിദിന് വേണ്ടി 2 മണിക്കൂർ സമയം കൊടുക്കും? एक काम ये है कि महीने में 3 दिन जा रहा है. ഒരു പരിശ്രമം ഇതാണ്, നമ്മൾ മാസത്തിൽ 3 ദിവസം പുറപ്പെടണം. अपने महल्ले की जमात बना के जाओ. സ്വന്തം നാട്ടിലും ജമാഅത്ത് തയ്യാറാക്കി പുറപ്പെടണം. फिर जो है महल्ले में भी दीन आएगा इंशाल्लाह. അതിലൂടെ നമ്മുടെ നാട്ടിലും പൂർണ്ണമായ ദീൻ വരും. क्या करें, दिन में वक्त कम है, बोलना बहुत है. अल्लाह हम सबको तौफीक दे. सुभान अल्लाह. സമയം വളരെ കുറവാണ്. എല്ലാവരും ഇൻഷാല്ലാ ഒളു എടുത്ത് പെട്ടെന്ന് തന്നെ തയ്യാറായി വരിൻ. ബാങ്ക് കൊടുക്കാൻ സമയം വളരെ അടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ.